ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കൊമേഴ്സ് ടിപ്പ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഗുഡ് വില്ല് വാല്യൂ ചെയ്യാം എന്നാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഞാൻ ചെയ്യുന്ന ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. ആ വീഡിയോസിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്നത് എന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു ഫേമിന്റെ ഗുഡ് വില്ല് വാല്യൂ ചെയ്യാനായിട്ട് മെയിൻലി 5 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് അസറ്റ് സൈഡ് അപ്രോച്ച് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് all assets other than goodwill, fictitious asset and non-trade investment minus outside liabilities. അതായത് എല്ലാം അസറ്റും ആഡ് ചെയ്യണം, പക്ഷേ ആ അസറ്റിന്റെ അകത്ത് ഗുഡ്വിൽ ആഡ് ചെയ്യാൻ പാടില്ല, ഫിക്ഷ്യസ് അസറ്റ് ആഡ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റും ആഡ് ചെയ്യാൻ പാടില്ല. ഈ 3 ഐറ്റംസ് എക്സ്ക്ലൂഡ് ചെയ്തുള്ള എല്ലാ അസറ്റ് ഐറ്റംസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തന്നിരിക്കുന്ന ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇതുപോലത്തുള്ള ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റിൻ്റെ അകത്ത് ഡയറക്റ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ വെച്ച് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് വെച്ച് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ക്യാപിറ്റൽ എംപ്ലോയിഡ് ആ എമൗണ്ട് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ആണ് നോർമൽ പ്രോഫിറ്റ്. അപ്പം നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. അതായത് ആ ക്വസ്റ്റിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ബിസിനസ് ഫോം ഏൺ ചെയ്ത പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം, അതായത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് ആവറേജ് പ്രോഫിറ്റ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ആവറേജ് പ്രോഫിറ്റ് മൈനസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച നോർമൽ പ്രോഫിറ്റ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് മൈനസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച നോർമൽ പ്രോഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്ന എമൗണ്ട് കിട്ടും. ഇനി 5th സ്റ്റെപ്പ്, അതായത് ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ ഫൈനൽ സ്റ്റെപ്പ് ഗുഡ് വില്ലിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഗുഡ് വില്ലിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് 4th സ്റ്റെപ്പിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ചെയ്ത് സൂപ്പർ പ്രോഫിറ്റിന്റെ എമൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ആ ഫേമിന്റെ ഗുഡ് വിൽ. അപ്പം നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഈസ് rupees 1,50,000. Total tangible assets of the firm are rupees 14 lakh and outside liabilities are rupees 4 lakh. In the same type of business, the normal rate of return is 10% of the capital employed. Calculate the value of goodwill by capitalization of super profit method. അപ്പോൾ നമ്മളിവിടെ capitalization of super profit method ഉപയോഗിച്ച് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ഗുഡ് വില്ല് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 1,50,000 ആണ് ആവറേജ് പ്രോഫിറ്റ് എമൗണ്ട്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു rupees 1,50,000. അതുപോലെ തന്നെ ടോട്ടൽ ടാഞ്ചിബിൾ അസറ്റ്സ് ഓഫ് ദ ഫേം ആർ 14 lakh ആൻഡ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആർ rupees 4 lakh. നമ്മൾ നേരത്തെ സ്റ്റെപ്പിൻ്റെ അകത്ത് കണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ ടാഞ്ചിബിൾ അസറ്റ്സ് ഓഫ് ദ ഫേമും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ലയബിലിറ്റീസിന്റെ എമൗണ്ടും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് capital employed equal to 14 lakh
മൈനസ് അതായത് ടോട്ടൽ അസറ്റ് ടാഞ്ചിബിൾ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് മൈനസ് 4 lakh ഈക്വൽ ടു 10 lakh. 10 lakh റുപ്പീസ് ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി ഈ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ ബേസിസിലാണ് നമ്മൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കുന്നത്. ഇൻ ദ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10% ഓഫ് ദ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് നോർമൽ പ്രോഫിറ്റ്. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ് ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ എംപ്ലോയിഡ് 10 lakh ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പൊ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു 10 lakh ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ നമുക്ക് 1 lakh കിട്ടും. 1 lakh ആണ് നോർമൽ പ്രോഫിറ്റ് എമൗണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ എടുത്ത് എഴുതി 1,50,000 റുപ്പീസ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ്, അതായത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,50,000 നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്, അതായത് 1,50,000 മൈനസ് 1 lakh റുപ്പീസ്. അപ്പൊ നമുക്ക് റുപ്പീസ് 50,000 കിട്ടും. 50,000 റുപ്പീസ് ആണ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗുഡ്വില്ലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. ഗുഡ്വിൽ ഈക്വൽ ടു ഫിഫ്ത്ത് സ്റ്റെപ്പ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ച സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 ഇൻറ്റു നോർമൽ റേറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്, ഡിവൈഡഡ് ബൈ 10. അപ്പം നമുക്ക് അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 5 lakh റുപ്പീസ് കിട്ടും. ഈ 5 lakh റുപ്പീസ് ആണ് ഈ ക്വസ്റ്റിൻ്റെ അകത്ത് ഗുഡ്വിൽ എമൗണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റിൻ്റെ അത് തന്നിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് 1,50,000. പിന്നെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു 1 lakh റുപ്പീസ്. നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചത് ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്നാണ്. ഫസ്റ്റ് തന്നെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, പിന്നെ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, സൂപ്പർ പ്രോഫിറ്റ് അതിന് ശേഷം കണ്ടുപിടിച്ചു. അതായത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് 1 - 2 ചെയ്തപ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. 1,50,000 മൈനസ് 1 lakh ഈക്വൽ ടു 50,000. എന്നിട്ട് അവസാനത്തെ സ്റ്റെപ്പ് ചെയ്തു ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് 50,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു റുപ്പീസ് 5 lakh. ഈ 5 lakh ആണ് ഈ ക്വസ്റ്റിൻ്റെ അകത്തെ ഗുഡ്വിൽ എമൗണ്ട്. അപ്പം നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എ ബിസിനസ് ഏൺഡ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 1 lakh ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആൻഡ് എ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ യൂസിംഗ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. Assets of the firm are rupees 10 lakh and its external liabilities are rupees 1,80,000. അപ്പം നമുക്ക് ആദ്യം തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒന്ന് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് വെച്ചാണ് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ്, അപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഡയറക്റ്റ് തന്നിട്ടില്ല, അതിന് പകരം ഇൻഫർമേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അസറ്റ് തന്നിട്ടുണ്ട്. ഫേമിൻ്റെ അസറ്റ് 10 ലക്ഷവും ഔട്ട്സൈഡ് ലയബിലിറ്റീസ് 1,80,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, അതായത് 10 lakh മൈനസ് 1,80,000 വിച്ച് ഈസ് ഈക്വൽ ടു റുപ്പീസ് 8,20,000. 8,20,000 ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇനി ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉപയോഗിച്ച് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നോർമൽ പ്രോഫിറ്റ്
നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ക്വസ്റ്റിൻ്റെ അകത്ത് ഡയറക്റ്റ് തന്നിട്ടുണ്ട് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അതായത് 8,20,000 ഇൻറ്റു 10/100. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 100. നമുക്ക് റുപ്പീസ് 82,000 കിട്ടി. 82,000 ആണ് നോർമൽ പ്രോഫിറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുള്ളത് റുപ്പീസ് 1 lakh ആണ്. ക്വസ്റ്റിൻ്റെ അകത്ത് ഡയറക്റ്റ് ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് റുപ്പീസ് 1 lakh. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്, അതായത് 1 - 2. അപ്പോൾ 1 lakh മൈനസ് 1 lakh എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മൈനസ് 82,000. 82,000 എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു റുപ്പീസ് 18,000. 18,000 ആണ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് 18,000 ആണ്. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കാൽക്കുലേഷൻ. ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പം നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ ആയിട്ട് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 10%. സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു 18,000 ആണ്. അപ്പോൾ 18,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ റുപ്പീസ് 1,80,000 കിട്ടും. ഈ 1,80,000 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഫേമിൻ്റെ ഗുഡ്വിൽ എമൗണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്തത് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചു. ക്യാപിറ്റൽ എംപ്ലോയിഡ് ടോട്ടൽ അസറ്റ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ചെയ്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചു. ആ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ എമൗണ്ടിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. പിന്നെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. പിന്നെ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ചെയ്തു. ആ കിട്ടിയ എമൗണ്ട് നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. അതായത് ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ ഫോർമുലയിൽ നമ്മൾ സൂപ്പർ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് അപ്ലൈ ചെയ്ത് സൂപ്പർ ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് കണ്ടുപിടിച്ചു. അപ്പം ഇങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഗുഡ്വില്ല് വാല്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് നോക്കിയത് എങ്ങനെയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഗുഡ്വില്ല് കണ്ടുപിടിക്കാം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.